സാധാരണ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാറ് എൻ്റെ ഷോപ്പിലുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനും അതിൻ്റെ സെയിൽസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയാണ്. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ അല്ലാത്തൊരു കാര്യത്തിന് വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾറെഡി ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ആണ്. ഈ അടുത്ത് എന്നെ കാണാൻ ഒരാൾ വന്നു. പുള്ളിയുടെ പേര് വൈഷ്ണവ് എന്നാണ്. പുള്ളി ഒരു ഡിസേബിലിറ്റി സ്കൂളിലെ ഒരു പ്രിൻസിപ്പളാണ്. അപ്പം പുള്ളിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം പുള്ളി എന്നോട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാനിങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എന്നെ പോലെയുള്ള പലർക്കും മോട്ടിവേഷൻ ആവും. അത് അവർക്ക് മോട്ടിവേഷൻ ആകുന്നതിലും കൂടുതൽ എന്നെ പോലെയുള്ള കുട്ടികളുടെ പാരൻസിന്, അതായത് അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെ ഓർത്ത് ഭയങ്കര സങ്കടവും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോ പുള്ളിയുടെ ആ സ്കൂളും അതിന്റെ ചുറ്റുവട്ടത്തു നിന്നും മനസ്സിലായ കാര്യങ്ങളായിരിക്കും. അതുപോലെ എനിക്കും പല കാര്യങ്ങളും മനസ്സിലാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ അവരുടെ മാതാപിതാക്കളോടാണ് പുള്ളി എന്നോട് പറയാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ മക്കളെ ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം എന്തെങ്കിലും ഒരു കുറവ് ആ മക്കൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം എന്തെങ്കിലും ഒരു കഴിവ് വേറെയും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ വീട്ടുകാരും അതിനൊത്ത സുഹൃത്തുക്കളും അവരെ കൂട്ടുകാരൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളെ ഇടയിൽ ഒരു കുറവുള്ള ആളുണ്ടെങ്കിൽ അവരെ നമ്മൾ കൂടുതൽ പരിഗണിക്കുക. അതായത് അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് നിങ്ങളുടെ സഹതാപമല്ല വേണ്ടത്. നിങ്ങൾക്ക് അവർക്ക് വേണ്ടത് അവർക്ക് എന്താ പറയാ, അവർക്ക് പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ സഹതാപം കൊണ്ട് നമുക്ക് ഒന്നും നടക്കില്ല. പക്ഷെ എന്നെ പോലത്തെ ഉള്ള ഹാൻഡിക്യാപ്ഡുള്ള ആൾക്കാർക്ക് നിങ്ങളെ സഹതാപത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. നിങ്ങൾ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. അവരേതെങ്കിലും ഒരു രീതിയിൽ വളർന്നു വരും. 100% ഉറപ്പാണ്. ദൈവം ഒരാൾക്ക് ഒരു കുറവ് കൂടുതൽ കൊടുക്കോ കുറവ് കൊടുക്കോ ഒന്നുമില്ല. എല്ലാം ചെയ്ത് നേരെയായി വരുന്ന ആൾക്കും ഒരുപാട് കുറവുകൾ ഉണ്ടാവും. അപ്പം അത് ശാരീരികമായുള്ള ചില കുറവുകൾ മാത്രമേ അവർക്കും ഉണ്ടാവുള്ളൂ. അപ്പം അവർക്കുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ആ സാഹചര്യം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടുകളിൽ നിന്നാണ്, അവരുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളിൽ നിന്നാണ്, അവരുടെ സമൂഹത്തിൽ നിന്നാണ്, അവർ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു മെസ്സേജ് ഞാൻ പറയാൻ കാരണം, എന്നെ പോലെയുള്ള ആർക്കെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഇതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നവനാണ് ഞാൻ എൻ്റെ ജീവിതം കണ്ടിട്ട് നോക്കി പഠിക്കാൻ ഞാൻ പറയില്ല. പക്ഷെ എൻ്റെ ജീവിതം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അത് എൻ്റെ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മളെ ഓർത്ത് നിങ്ങളാരും സഹതപിക്കരുത്. നിങ്ങളുടെ സഹതാപമല്ല വേണ്ടത്, നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും നിങ്ങൾ അവർ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇതിന്റെ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ളവരെ കൈപിടിച്ച് ഉയർത്താൻ നോക്കുക. അവർ ഉയർന്നു തന്നെ വരും. അവരെ അങ്ങനെ ആയതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ജനിച്ചതിന്റെ പേരിലോ അവര് ഒരിക്കലും അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള കുടുംബക്കാരോ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം ഇത്രയും കേട്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.